2007 തണുപ്പുറയുന്ന രാത്രിയിൽ പത്തനംതിട്ട ജില്ലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കുറുമ്പൈറ്റി ഡിവിഷനിൽ സാധുജന വിമോചന സംയുക്തവേദി സമരം ആരംഭിച്ചപ്പോൾ ജനങ്ങൾക്കും അധികാരികൾക്കും അതൊരു കൗതുകം മാത്രമായിരുന്നു. കാലത്തിന്റെ ചൂളയിൽ ചുട്ടുപഴുപ്പിച്ചെടുത്ത ആർജവുമായി ഒരു ജനത സമരം തുടർന്നപ്പോൾ ചെങ്ങറ ദേശീയതലത്തിൽ പുതിയ ചരിത്രം കുറിച്ചു. അരുന്ധതി റോയി, മേധാ പട്കർ തുടങ്ങി ദേശീയ നേതാക്കളും പരിസ്ഥിതി പ്രവർത്തകരും അടക്കമുള്ളവർ ഐക്യദാർഢ്യവുമായി എത്തിയപ്പോൾ അധികാര കേന്ദ്രങ്ങൾക്ക് ചെങ്ങറ സമരത്തോട് മുഖം തിരിച്ചു നിൽക്കാനായില്ല. സമരക്കാരെ ഒഴിവാക്കാനായി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കോടതിയിൽ നൽകിയ ഹർജിയും ഫലം കണ്ടില്ല. രക്തച്ചൊരിച്ചിലില്ലാതെ സമരക്കാരെ ഒഴിപ്പിക്കാൻ കോടതി സർക്കാരിനെ ചുമതലപ്പെടുത്തിയെങ്കിലും ആത്മഹത്യാ സ്ക്വാഡുകളുമായി സമരക്കാർ സംഘടിച്ചതോടെ ഭരണകൂടത്തിനും പോലീസിനും തിരിച്ചിറങ്ങേണ്ടി വന്നു. തോട്ടം തൊഴിലാളികളും ഹാരിസന്റെ ഗുണ്ടകളുമൊക്കെ പലവിധത്തിൽ സമരക്കാരെ നേരിട്ടെങ്കിലും ജീവിക്കാനായുള്ള സമരമുഖത്ത് ഒത്തൊരുമയുടെ കരുത്തുമായി ചെങ്ങറ സമരം മുന്നേറി. ഒത്തുതീർപ്പ് ഫോർമുലയായി LDF സർക്കാർ പ്രഖ്യാപിച്ച ചെങ്ങറ പാക്കേജും ഫലം കണ്ടില്ല. കനൽ വഴികൾ താണ്ടി 6 വയസ്സ് പിന്നിടുമ്പോൾ ചെങ്ങറ സമരഭൂമിയിൽ ഇപ്പോൾ 1000-ലധികം കുടുംബങ്ങളാണുള്ളത്. ടാർപോളിൻ ഷീറ്റുകൾ വിരിച്ച പഴയ കുടിലുകളുടെ സ്ഥാനത്ത് ഇപ്പോൾ മൺകട്ടകൾ കൊണ്ടുള്ള വീടുകൾ ഉയർന്നു കഴിഞ്ഞു. റബ്ബർ മരങ്ങളുടെ സ്ഥാനത്ത് വാഴയും കപ്പയും ചേമ്പും ചേനയും തുടങ്ങി കാർഷിക വിളകൾ തലയുയർത്തി നിൽക്കുന്നു. സോളാർ പാനലുകൾ പല വീടുകളിലും വെളിച്ചമെത്തിക്കുന്നു. ചെങ്ങറ സമരത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന പലരും സമര നേതൃത്വവുമായി തെറ്റിപ്പിരിയുന്ന കാഴ്ചയും സമരമുഖത്തുണ്ടായി. ചെങ്ങറ സമരം തുടങ്ങിയപ്പോൾ അധികാരത്തിലിരുന്ന LDF സർക്കാരിനെ മറിക്കാൻ സമരത്തെ ഉപയോഗിച്ച UDF അധികാരത്തിലെത്തിയിട്ടും സമരം ഇപ്പോഴും തുടരുകയാണ്. മണ്ണിന്റെ മക്കൾക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനും ഭൂമി വേണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലെ വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടും സമരസമിതി പ്രവർത്തകർ ഇപ്പോഴും സമരത്തിലാണ്. 6 വർഷത്തിനിടയിൽ മരണവും വിവാഹവും ജനനവും നിരവധി സമരഭൂമിയിലുണ്ടായി. ഭൂമിക്കായുള്ള ഒരു ജനതയുടെ സമരം ചരിത്ര പുസ്തകങ്ങളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു തുണ്ടു ഭൂമിക്കായി സമരമുഖത്ത് ജീവിക്കുന്ന മണ്ണിന്റെ മക്കൾക്ക് നീതി ഇപ്പോഴും അകലെയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.